ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലും കപ്പയും കൂടെ വേവിക്കാം. 2 കിലോ കപ്പയും 1/2 കിലോ ബീഫും 1 കിലോ എല്ലുമാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 2 സവാളയും ഒരു 20-25 ചുവന്നുള്ളി അരിഞ്ഞതിട്ട് വഴറ്റാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 10-12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് വഴറ്റാം. ഉള്ളി നന്നായിട്ട് വഴലുമ്പോൾ പൊടികൾ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ ചേർത്ത് വഴറ്റാം. പൊടികൾ മൊരിയുമ്പോൾ നമ്മൾ കഴുകി വെള്ളം തോർന്ന എല്ലും ഇറച്ചിയും കൂടെ ചേർത്ത് വഴറ്റാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി വഴറ്റി ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ നമുക്കത് കുക്കറിലിട്ട് വേവിക്കണം. കുക്കറിലിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ച് വേവിക്കാം. കപ്പ കൊത്തിയെടുത്ത് കഴുകി വേകാൻ വെക്കാം. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും വെക്കണം. ഒരു കപ്പ് തേങ്ങ ചിരകിയത് നമുക്ക് വറുത്തെടുക്കണം. പൊടിയായിട്ട് തിരുമ്മിയെടുക്കണം. വലിയ പീരയാണെങ്കിൽ വറുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. കപ്പ വേകുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കപ്പ ഊറ്റിയെടുക്കുക. തേങ്ങ മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയാൽ മതി. കറിവേപ്പില ഇടാൻ മറന്നതുകൊണ്ട് ഞാൻ രണ്ടാമതൊന്ന് കറിവേപ്പില ചൂടാക്കിയെടുത്തതാണ്. വെന്ത ഇറച്ചിയിൽ കപ്പയും തേങ്ങ വറുത്തതും കറിവേപ്പിലയും എല്ലാം ചേർത്ത് ഇളക്കിയെടുക്കുക.
എല്ലാ ഇറച്ചിക്കും വേവ് ഒരുപോലെ ആകണമെന്നില്ല. ആദ്യത്തെ ഒരു 5 വിസിൽ കഴിയുമ്പോൾ നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ 1-2 വിസിൽ കൂടി അടിച്ചാൽ മതി. നമ്മുടെ കപ്പ ബിരിയാണി അഥവാ കപ്പയെല്ലും വേവിച്ചത് റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.